ഞാൻ ജയപ്രകാശ്, JP മെറ്റൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം എടക്കര, മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂര് കഴിഞ്ഞുള്ള എടക്കരയിൽ കരുളായി റോഡിലാണ്. കരുളായി റോഡിൽ ഏകദേശം എടക്കരയിൽ നിന്ന് ഒരു 100-200 മാറി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനം കാണാം. ഏകദേശം ഒരു 16 വർഷമായിട്ട് സ്ഥാപനം ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. 26 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ തന്നെ ഉണ്ട്. അവിടെ തന്നെ ഏകദേശം 8 വർഷത്തോളം വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നതിന് ശേഷമാണ് ഇടക്കരയിൽ ഇതുപോലൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇന്ന് ഏകദേശം ഒരു 28ഓളം ആളുകൾ എന്നോടൊപ്പം എൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അവർ എൻ്റെ പാർട്ട്നേഴ്സ് എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇത്രയും ആളുകൾ എൻ്റെ കൂടെ ഉണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ സ്ഥാപനം റൺ ചെയ്തു പോകും. ഞങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് പേര് ഫാബ്രിക്കേറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് സ്ഥാപനം തുടങ്ങുന്നത്. ഗൾഫിലൊപ്പം ഒരേ റൂമിലുണ്ടായിരുന്ന ഞങ്ങൾ 3 പേരാണ്. നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ആ സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തുടങ്ങി ഏകദേശം ഒരു 2 വർഷമായപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ മറ്റ് സ്ഥാപനങ്ങൾ കൂടി തുടങ്ങാൻ പറ്റി. അവർ ആ സ്ഥാപനത്തിലേക്ക് മാറി. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ എല്ലാവരുടെ സ്ഥാപനം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൂടാറും ഞങ്ങൾ യാത്രകൾ ചെയ്യാറൊക്കെ ഉണ്ട്. ഞങ്ങള് നാട്ടിൽ തന്നെ ഗൾഫിൽ നമ്മള് ഏതൊരാളും ഗൾഫിലേക്ക് പോകുന്നത് നാട്ടിൽ എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു സംരംഭം തുടങ്ങണം, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും രീതിയിൽ ക്ലച്ച് പിടിക്കണം എന്നൊരാഗ്രഹം കൊണ്ട് തന്നെയാണ് എല്ലാവരും വിദേശത്തേക്ക് പോകുന്നത് തന്നെ. ഒരിക്കലും ആരും വിദേശത്ത് നിൽക്കാൻ ആഗ്രഹിച്ചു പോകുന്നതല്ല. പക്ഷെ സാഹചര്യവശാൽ പലരും വിദേശത്ത് അവിടെ അങ്ങോട്ട് കുടുങ്ങി പോകുന്നൊരു സാഹചര്യമാണ് പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലെ അപേക്ഷിച്ചുകൊണ്ട് നമ്മളൊരു ഒരു വീടിന് ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഉണ്ടാകുക അവരുടെ ഒരു കിച്ചൺ വർക്ക് ഏരിയക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഗ്രില്ലുകൾ, ഒരു ഡോറ്, അല്ലെങ്കിൽ വർക്ക് ഏരിയക്ക് കുറച്ച് ആസ്പെക്ടോസ് ഷീറ്റ് ഇടുക. അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു വീടൊക്കെ ആണെങ്കിൽ അതിന്റെ കോണിക്കൂട് അടിക്കുമ്പോൾ അതിന്റെ മുകളിൽ ആസ്പെക്ടോസ് ഷീറ്റ് ഇടുക. പിന്നെ ചുരുക്കം ചില വീടുകളിൽ മാത്രം പുറത്ത് ഗേറ്റ് വെക്കുക. ഈ ഒരു വർക്കുകളൊക്കെ ആയിരുന്നു ഏകദേശം ഈ ഒരു ട്രെൻഡിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കതിൽ നമ്മൾ പുറത്തൊക്കെ നമ്മൾ ചെയ്തുള്ള വർക്കുകൾ ഏകദേശം ഇവിടെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ IBM-ന്റെ ISMB പോലുള്ള വർക്കുകളൊക്കെ ആണെങ്കിലൊക്കെ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും നമുക്ക് ആ വർക്ക് നമുക്ക് പിടിച്ചെടുക്കാനും നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റാൻഡ് ആകാനും നമുക്ക് സാധിച്ചു. നിലവിൽ ഏറ്റവും അധികം വരുന്ന ഒന്ന് റൂഫ് വർക്കാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മെറ്റൽ കൊണ്ടുള്ള ഇന്റീരിയൽ വർക്കുകൾ വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റെയറുകളൊക്കെ നമുക്കറിയാം, ഒക്കെ മനോഹരമായ രീതിയിൽ മുൻകാലങ്ങളിലെ പോലെ കോൺക്രീറ്റ് സ്റ്റെപ്പുകളല്ല ഇന്ന് മിക്ക വീടുകൾക്കും ചെയ്യുന്നത്. കൂടുതലും ഇതുപോലെ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് മെറ്റലിന്റെ വുഡും സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ അല്ലെങ്കിൽ കാസ്റ്ററിന്റെ ഹാൻഡ് റെയിൽ ഇതൊക്കെ ഉപയോഗിച്ചുള്ള വർക്കുകളാണ് ഏറ്റവും അധികം ചെയ്യുന്നത്. അതുപോലെ തന്നെ വീട് ചെയ്യുകയാണെങ്കിൽ വീടിന്റെ ഗാർഡൻ ആയാലും ശരി, കാർപോർച്ച് ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളൊക്കെ വീടിന്റെ അവിടെ ചേർന്ന് തന്നെ ഒരു സൈഡിലേക്ക് കാർപോർച്ച് ചെയ്യായിരുന്നു. അപ്പൊ വീടിന് വരുന്ന എക്സ്പെൻസ് എത്രയാണോ ആ കാർപോർച്ചിന് ഏകദേശം സ്ക്വയർ ഫീറ്റ് ഏകദേശം 1000 രൂപ, 1250 രൂപ ആ ലെവലൊക്കെ സ്ക്വയർ ഫീറ്റിന് കാർപോർച്ചിനും കൂടി വരുമായിരുന്നു. എന്നാൽ ഇന്ന് ആ സംഗതി മാറി. ഇന്ന് നമ്മളിപ്പോ റൂഫിംഗ് ഷീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് മെറ്റീരിയൽ ഇറങ്ങിയിട്ടുണ്ട് കാർപോർച്ചുകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അതിമനോഹരമായ കാർപോർച്ചുകൾ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാർപോർച്ചുകളൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവുകളിൽ നമുക്ക് ഇന്ന് മെറ്റൽ വർക്കിൽ ചെയ്യാൻ കഴിയും. ഭാവിയിൽ അതിനെ അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ പോലും ഒരു ലേബർ മാത്രം വന്നാൽ മതി, അതിന്റെ മെറ്റീരിയലൊന്നും നഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഒരു മാറ്റം. അന്നത്തെ ഒരു വർക്കും ഇന്നത്തെ ഒരു വർക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്ക് എഞ്ചിനീയേഴ്സിന്റെ വർക്കും വരാറുണ്ട്, ക്ലയന്റിന്റെ വർക്കും വരാറുണ്ട്. പിന്നെ നമ്മൾ ഒരിക്കൽ ഒരു ക്ലയന്റിന്റെ അടുത്ത് വർക്ക് എടുത്തെങ്കിൽ തീർച്ചയായിട്ടും അവര് തിരിച്ച് വീണ്ടും നമ്മളെ അവർ വിളിച്ചിരിക്കും. കാരണം വെച്ചാൽ നമ്മുടെ വർക്ക് ചിലപ്പോൾ പല വർക്കുകളും ചിലപ്പോൾ തുടങ്ങി കഴിയുമ്പോഴോ ക്ലയന്റിന് പറയാതെ അങ്ങനെയല്ല ഇങ്ങനെ വേണമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായ രീതിയിൽ ക്ലയന്റിന് സാറ്റിസ്ഫാക്ഷൻ ആവുന്ന വർക്കിൽ നമ്മളത് ചെയ്തു കൊടുക്കും. ഇനി അതല്ല, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ നമ്മൾ ചെയ്ത കണ്ടീഷൻ ക്ലയന്റിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അതിന്റെ വരായ്മകളോ അല്ലെങ്കിൽ അതിന്റെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞവരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യും. പലയിടത്തും ക്ലയന്റുകൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വിട്ടുതരാൻ പറ്റുന്ന ഒരു ക്ലയന്റുകളാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ക്ലയന്റുകളായാലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും നമ്മളോട് അടുപ്പമുള്ള ആളുകളാണ്. അവരൊക്കെ നമുക്ക് വർക്കിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഏതൊരു വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലാഗ്രഹം ഈ ഒരു വർക്ക് ഏറ്റവും നന്നാകണം എന്ന് തന്നെയാണ്. ആ ഒരു വർക്ക് കണ്ടുകൊണ്ട് തന്നെയാണ് അത് അടുത്ത വർക്കാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ 28 പേരാണ് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. അവര് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എന്റെ പാർട്ട്നേഴ്സ് എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവരുടെയൊക്കെ ആത്മാർത്ഥതയും കൃത്യനിഷ്ഠതയൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സ്ഥാപനം ഇത്ര മനോഹരമായി കൊണ്ടുപോകാൻ കഴിയുന്നത്. കാരണം വെച്ചാൽ 14 വർഷം 15 വർഷമായ സ്റ്റാഫുകൾ പല സ്ഥാപനങ്ങളിലും
ഉള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പഴയ ആളുകളെ കിട്ടാനില്ല എന്നുള്ളതാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഒന്നുകിൽ അവർ ഫീൽഡ് മാറിപ്പോയിട്ടുണ്ടാവും, അതല്ല എങ്കിൽ പിന്നെ അവർ സ്വന്തമായിട്ട് ചിലപ്പോൾ സ്ഥാപനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങി അവർ സ്വന്തമായിട്ട് സൈറ്റിൽ ഒക്കെ വർക്കൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും. അത് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ആ വർക്കിലൊരു വിഷയം ഉണ്ടെങ്കിൽ പോലും തിരിച്ച് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം തന്നെ ഇവരെ നിൽക്കുന്നവർക്ക് കൃത്യമായ രീതിയിലുള്ള വേതനം കൊടുക്കുന്നുണ്ട്, കൃത്യമായ ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയൽ അസോസിയേഷനൊക്കെ ഇപ്പൊ ഇന്ന് ഒരുപാട് പിന്നെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ അസോസിയേഷനിലെ മെമ്പർ ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ സ്റ്റാഫുകൾക്കും പരിപൂർണ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ പിന്നെ സ്റ്റാഫുകൾ ഇതൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ സ്റ്റാഫുകളിലും ഇംപ്ലിമെന്റ് ചെയ്ത് അവരുടെ പിന്നെ ഫാമിലിയിലായാലും ഫാമിലിയിലുള്ള ഇഷ്യൂസ്, ഫാമിലിയിൽ എന്തെങ്കിലും പിന്നെ വിഷയങ്ങൾ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഇന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇന്ന് കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ എന്റെ സപ്പോർട്ട് ചെയ്ത് തന്നെ പോകുന്നു. ഇല്ല, ഇത് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെയാണ്. നമ്മൾ കാരണം വെച്ചാൽ കോമ്പറ്റീഷൻ എല്ലാ മേഖലകളിലും കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെങ്കിൽ ഇതിന്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പ്രാവശ്യം വർക്ക് തന്ന ആളുകൾ വീണ്ടും വർക്ക് തരണമെങ്കിൽ നമ്മളൊരു ക്വാളിറ്റി അവർ കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മളത് കൃത്യമായ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരെ സാറ്റിസ്ഫാക്ഷൻ ആണ്, കസ്റ്റമർ ഈസ് എ കിങ്. അത് തന്നെയാണ് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ കോമ്പറ്റീഷൻ നമ്മളതല്ലാതെ പിന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വർക്കിൽ നിന്നും നമ്മളെ ലേബേഴ്സിന്റെ എക്സ്പെൻസും നമ്മുടെ ഒരു പ്രോഫിറ്റും ഇത് മീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഏതൊരാളും വർക്ക് ചെയ്യുക. പല ആളുകളും ചിലപ്പോൾ കോമ്പറ്റീഷൻ വെച്ചുകൊണ്ട് ഒരുപാട് റേറ്റ് താത്തി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്നത് ഒരിക്കലും അവരുടെ ലേബർ താത്തിക്കൊണ്ട് ചെയ്യാനോ അവരുടെ പ്രോഫിറ്റ് താത്തി ചെയ്യാനോ ആരും തയ്യാറല്ല. ഇവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കസ്റ്റമർ അറിയാതെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വളരെ എന്താ പറയാ, നമ്മൾ അത്ര വിശ്വസിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു വർക്ക് ചിലപ്പോൾ അവരെ കൊണ്ട് അവര് ഈ ഒരു കണ്ടീഷനൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പല ഇത് കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് ഇത് കടന്നു വരാനുള്ള കാരണം. കേരളത്തിൽ ഇപ്പോ നേരിടുന്ന വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്നെ പോലുള്ള സ്ഥാപന ഉടമകൾ ഇതുപോലെ പഞ്ചായത്തിനും അല്ലെങ്കിൽ പിന്നെ സർക്കാരിനൊക്കെ വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തന്നെ ഏകദേശം 1000-നടുത്ത് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ ഇവരെല്ലാവരും എല്ലാ സംവിധാനങ്ങളും സർക്കാരിലേക്ക് വേണ്ട നികുതി ആയാലും പഞ്ചായത്ത് ലൈസൻസ് ആയാലും എല്ലാ സാധനങ്ങളും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടി ഇതൊന്നും ഇല്ലാതെ കുറെ ആളുകൾ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കുകൾ ചെയ്തിട്ട് ഉത്തരവാദിത്തമില്ലാത്ത വർക്കുകൾ ചെയ്തിട്ട് ആ വർക്കുകൾക്ക് കംപ്ലൈന്റ് വന്നാൽ അത് ബാധിക്കുന്നത് സത്യത്തിൽ മൊത്തം സാധാരണ എല്ലാ ഇൻഡസ്ട്രിയിലുകാരെയും ഇത് ബാധിക്കുന്ന ഒരു കേസാണ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഇപ്പൊ വളരെ ഇന്നിപ്പോ മാർക്കറ്റിൽ നല്ല മെറ്റീരിയൽ അവൈലബിൾ ആണ്, വളരെ കുറഞ്ഞ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഈ കുറഞ്ഞ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് തുരുമ്പ് പിടിച്ചിട്ടും അല്ലെങ്കിൽ കംപ്ലൈന്റ് വന്നിട്ടൊക്കെ വിഷയമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള ഈ ലോക്കൽ അല്ലെങ്കിൽ വളരെ താഴ്ന്ന രീതിയിൽ വർക്ക് എടുക്കുന്ന ആളുകൾക്ക് ഇവരെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു കൃത്യമായ ഒരു സംവിധാനം സർക്കാരിൽ നിന്ന് ഉണ്ടാവണം എന്ന് തന്നെയാണ്. സോഷ്യൽ രംഗത്ത് നിലവിൽ ബിസിനസ്സിൽ ഞാൻ നമ്മളെ ഇൻഡസ്ട്രിയൽ അസോസിയേഷന്റെ എടക്കര മേഖലയിലെ ബ്ലോക്കിന്റെ സെക്രട്ടറിയാണ്. ഇതുകൂടാതെ JCI 2024 JCI എടക്കര ഗോൾഡൻ വാലിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ JCIയുടെ സോൺ 28ന്റെ സോൺ ഓഫീസറാണ്. അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള സാമൂഹ്യ സംഘടനകളിലൊക്കെ നമ്മളെല്ലാ ഇതിലും നമ്മളെ ആക്ടിവിറ്റീസ് അതുപോലെ KVVSന്റെ കേരള എടക്കര വ്യാപാരി വ്യവസായിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. നമ്മൾ ഏത് വർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമുക്കതിന് കൃത്യമായ വേതനം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ വേതനത്തിന് ഉപരിയായിട്ട് നമുക്കൊക്കെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മളെ വർക്ക് അംഗീകരിച്ചുകൊണ്ട് ഒരു പൊതുവേദിയിൽ വെച്ച് നമ്മളെ ഒരു മൊമെന്റ് ഒക്കെ തന്ന് നമ്മളെ ആദരിക്കുക എന്നുള്ളത്. ഇവിടെയൊക്കെ കാണാൻ മുൻപ് മയൂരി ഫർണിച്ചറിന്റെ വർക്കുകളൊക്കെ കേരളത്തിൽ മുഴുവൻ ഞാനായിരുന്നു, ബ്രാഞ്ചുകളിലൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അവര് തന്നിട്ടുള്ള അവാർഡുകളാണ്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം എടക്കര JCIയുടെ ഒരു ഇതിൽ കിട്ടിയിട്ടുള്ള ഒരു അവാർഡാണ്, ടോബിപ്പ് അവാർഡാണ്. ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ വർക്കർ എന്നുള്ള ഒരു കണ്ടീഷണൽ അവാർഡാണ്. ഇതൊക്കെ ബെസ്റ്റ് ബിസിനസ്സുകാർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കസ്റ്റമറുടെ മനസ്സിൽ നമ്മൾ എത്രത്തോളം ഇരിക്കുന്നു അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് ഒക്കെ റീയൂസബിൾ സാധനം തന്നെയാണ്, ഒക്കെ പോർട്ടബിൾസ്. നമ്മുടെ സിമെന്റ് ഷീറ്റും ഒക്കെ നമ്മുടെ
ഒരാൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ ബ്രാൻഡ് ഉപയോഗിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ്. എന്റെ സമയം കിട്ടില്ല. ഇതിൽ ഒരുപാട് സംഗതികൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പൊ ഈ ടേബിൾ ആയി കഴിഞ്ഞാലും ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ മെറ്റലും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പുറത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പിന്നെ ഫിനിഷിംഗ് പെയിന്റിങ്ങിന് പകരം നമ്മൾ ഇതിന്റെ പുറത്തൊരു ഫ്ലെക്സ് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെയാണ്. മുകളിൽ റൂഫാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിയിൽ ഷീറ്റുകളാണ്. ഫ്ലോർ വരെ നമ്മളെ ഇരുമ്പിന്റെ ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്റെ അച്ഛനായാലും അമ്മയായാലും വൈഫായാലും 3 മക്കളാണ് എനിക്കുള്ളത്. ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. അത് ഇവര് കൂടാതെ തന്നെ എന്റെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഫാമിലി, അവരൊക്കെ എന്ത് കാര്യം അവരുടെയൊക്കെ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലൊക്കെ ഒരു പങ്കാളിയാക്കിക്കൊണ്ട് എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്റെ സമയവും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടൊക്കെയാണ് ഇവർ പല കാര്യങ്ങളും അവർ ചെയ്യാറ്. കാരണം വെച്ചാൽ അതൊക്കെ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊരു പുതിയൊരു പ്രൊജക്ട് നമുക്ക് വരുന്നതാണ്. അത് ഞങ്ങള് ഇപ്പൊ ഓൾറെഡി ഞാൻ കക്കാടംപൊയിലൊക്കെ ഒരുപാട് റിസോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാരാടൻ ലാൻഡ്സിന്റെ നമ്മളൊരു സുഹൃത്തുനുണ്ട്, കാരാടൻ ബാവ എന്നൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ ഒക്കെ ഒരുപാട് റിസോർട്ടുകൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ഞങ്ങൾ ഒരു 7 പേര് കൂടിയിട്ടുള്ള ഒരു വലിയൊരു പ്രൊജക്ട്, ഞങ്ങളൊരു ഡ്രീം പ്രൊജക്ട് എന്ന് തന്നെ വേണം ഇതിന് പറയാം. ഇത് ഏകദേശം ഒരു 3 ഏക്കറോളം സ്ഥലം, 260ഓളം സ്ഥലമുണ്ട്. അപ്പൊ അതിനകത്ത് വലിയൊരു പ്രൊജക്ട്, ഏകദേശം ഒരു 5 കോടി രൂപയോളം വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഞങ്ങളിപ്പോൾ പുതിയൊരു സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നത്. അതിന്റെ ലാൻഡ്സ്കേപ്പിംഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ജനുവരി 1 കൂടി തന്നെ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ടൂറിസം മേഖല എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മളെ കേരളത്തിലൊക്കെ ഏറ്റവും അധികം വരുമാനം വരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഒന്ന് ലോട്ടറി അല്ലെങ്കിൽ വിദേശ മദ്യം, ഇതിൽ നിന്നൊക്കെയാണ് ഏറ്റവും അധികം വരുമാനം വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിലുള്ള ഒരു വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ടൂറിസം എന്ന് പറയുന്നത്. ടൂറിസത്തിനെ സർക്കാരായാലും നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖല ക്ലച്ച് പിടിച്ചു വരുന്നത് കൊണ്ടുമ്പോൾ ഒരുപാട് ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് പല വിധത്തിൽ ഭക്ഷണത്തിന്റെ ആയാലും ശരി, ഹോട്ടൽ ബിസിനസ്സുകൾ ഇവിടെ ഡെവലപ്പ് ആവും. ഒരുപാട് ടൂറിസം ഇവിടെ വരുന്നതോട് ഒരുപാട് സംഗതികൾ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മേഖല കൂടി നമ്മൾ കൈകാര്യം ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. സ്ഥാപനം നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ തുടങ്ങണമെന്ന്, അതായത് ഇൻഡസ്ട്രിയൽ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ കൂടെ തന്നെയാണ് നമ്മൾ കുറച്ചായിട്ട് അതിന്റെ പിന്നിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും അത് വളരെ വൈകാതെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പൊതുവായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ ഉള്ള ബിസിനസ് ഒന്ന്, കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് 100% നമ്മൾ ആത്മാർത്ഥതയോടുകൂടിയും കസ്റ്റമേഴ്സിന് അവരെ ബഹുമാനിക്കുന്ന വിധത്തിൽ അവരോട് സംസാരിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 100% തീർത്ത് പറയാം, ആ കസ്റ്റമർ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല. ആ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് 100 കണക്കിന് പരസ്യങ്ങൾ ചെയ്യുന്നതിനെക്കാളും വലുതാണ് ഒരു കസ്റ്റമർ അദ്ദേഹത്തിന്റെ ഇതിലേക്ക് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടി വരുന്ന ഒരു പരസ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരസ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ അത്രയും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് വർക്ക് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വർക്ക്, ഒരിക്കലും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നിന്ന് വർക്ക് നമ്മൾ താഴ്ന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് വർക്ക് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. കൃത്യമായ രീതിയിൽ കൃത്യമായ വേതനം മേടിച്ചുകൊണ്ട് ഭംഗിയായിട്ട് തന്നെ ഏതൊരു വർക്കും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ജീവിതകാലം മുഴുവൻ നമ്മൾ മറക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാം. നമുക്ക് ഇവിടെ തന്നെ മറ്റൊരു സ്ഥാപനം കൂടി ഉണ്ട്, SN ഫീഡ്സ് എന്ന് പറഞ്ഞ ഒരു പെറ്റ്സിന്റെ ഒക്കെ ഷോപ്പാണ്. മീന്, പെറ്റ്സ്, പക്ഷികൾ, ഇവയൊക്കെയുള്ള പെറ്റ്സ്, അതേപോലെ പക്ഷികൾ, ഇവയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറെ പെറ്റ്സ് ഒക്കെ വീട്ടിലൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ കുറെ പല ഐറ്റം ഫിഷുകളൊക്കെ വീട്ടിലൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഷോപ്പ് തുടങ്ങണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എന്റെ ഒരു സുഹൃത്തുണ്ട്, രാജേഷ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഇപ്പൊ ഇത് തുടങ്ങിയിട്ടുള്ളത്. രാജേഷാണിത്. പിന്നെ അദ്ദേഹവും അതുപോലെ തന്നെ ഫാദറും ആണ് മിക്കവാറും ഷോപ്പിൽ. ഇവർ രണ്ടുപേരാണ് ഷോപ്പിലുണ്ടാവുക. അതുകൂടാതെ വേറെ സ്റ്റാഫും ഉണ്ട്. അവിടെ മെയിനായിട്ട് പിന്നെ പക്ഷികൾക്ക്, കന്നുകാലികൾക്ക്, ക്യാറ്റ്, ഡോഗ്, ഇവയ്ക്കുള്ള ഫുഡുകൾ, ഇവയ്ക്കുള്ള മറ്റുള്ള അക്സസറീസ്, അതുപോലെ തന്നെ ഇവയ്ക്ക് പ്രോട്ടീനും മറ്റുള്ള സംഗതികൾക്കുള്ള മരുന്നുകൾ, കാര്യങ്ങൾ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഷോപ്പിലുള്ളത്. നമ്മളെ എടക്കരയിൽ നിന്ന്, എടക്കര പാലത്തിന്റെ അവിടെ നിന്ന് നമ്മൾ കരുളായിലേക്ക് പോകുന്ന വഴി ഏകദേശം ഒരു 200 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. എടക്കര സ്ഥാപനത്തിന്റെ പേര് JP മെറ്റൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് ആണ്.